കാരണം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മഹാശിവരാത്രിക്ക് ശേഷം വളരെ പെട്ടെന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നാണ്. ഇതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാർഡ് ഇവിടെ 6 ഓഫ് കപ്സ് ആണ്. അടുത്ത കാർഡ് ഇവിടെ ജസ്റ്റിസ് ആണ്. അടുത്ത കാർഡ് സ്ട്രെങ്ത്. അടുത്ത കാർഡ് ഇവിടെ കിട്ടിയിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. അടുത്ത കാർഡ് ഇവിടെ കിട്ടിയിരിക്കുന്നത് 3 ഓഫ് വാൻഡ്സ്. അടുത്ത കാർഡ് കിങ് ഓഫ് കപ്സ്. അടുത്ത കാർഡ് 5 ഓഫ് സോർഡ്സ്, 6 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഹാശിവരാത്രിക്ക് ശേഷം എന്ത് മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു മഹാശിവരാത്രിക്ക് ശേഷം പലതരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ചില ദുഃഖങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിച്ചു പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ വളരെ കാലമായി എന്തെങ്കിലും കേസ്, കോടതി അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ അനുകൂലമായിട്ട് ഒരു റിസൾട്ട് കിട്ടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം വരുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയായിരിക്കില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സഹായം വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ വളരെ കാലമായി നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികളൊക്കെ നിങ്ങൾക്കരികിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അത് നിങ്ങളുടെ പഴയകാല സുഹൃത്തുക്കൾ ഒക്കെ ആകാനായിട്ട് ഇവിടെ സാധ്യതയുണ്ട്. അവർ നിങ്ങളെ സന്ദർശിക്കുവാനും നിങ്ങൾ തമ്മിൽ ആ പഴയകാല ഓർമ്മകളൊക്കെ പറയുവാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലരിൽ നിന്നൊക്കെ ചില സഹായങ്ങളൊക്കെ കിട്ടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തമായ ധാരണകളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജം ഇവിടെ വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളിവിടെ സ്വന്തം കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിലാണ് പ്രാധാന്യം കൊടുത്തിരുന്ന വ്യക്തികളെങ്കിൽ ഈ ഒരു മഹാശിവരാത്രിക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, എൻ്റെ സ്വന്തം കാര്യം കൂടി നോക്കിയാൽ മാത്രമേ ഞാൻ വിജയിക്കുള്ളൂ, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നൊക്കെ നിങ്ങളിവിടെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്വന്തം കാര്യം നോക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ഒരു വിജയം നിങ്ങൾക്ക് വരുമെന്നും കാണിക്കുന്നുണ്ട്. നിങ്ങൾ വിജയിക്കുമെന്നുമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു വിജയം ഇവിടെ കിട്ടും. വലിയ വിജയമോ ചെറിയ വിജയമോ എന്ത് തന്നെയായാലും നിങ്ങൾക്കൊരു വിജയം ഇവിടെ കിട്ടുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില വ്യക്തികളൊക്കെ ഒരുപാട് കാലമായി പലതരത്തിലുള്ള അസുഖങ്ങൾ അനുഭവിച്ചിരുന്ന വ്യക്തികളെയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു മഹാശിവരാത്രിക്ക് ശേഷം ഒരു സന്തുലിതാവസ്ഥ ലഭിക്കുമെന്ന്, ആരോഗ്യകാര്യത്തിൽ ഒരു സന്തുലിതാവസ്ഥയൊക്കെ ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലരൊക്കെ ഇവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളെയാണ് കാണിക്കുന്നത്. ആ വ്യക്തികൾക്കെല്ലാം തന്നെ ഒരു പുതിയ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ ഒരു പുതിയ ജോലി, ആ ഇൻ്റർവ്യൂവിൽ അവർ പാസ്സാവുകയും അവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും എന്നുമാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാകും എന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മഹാശിവരാത്രിക്ക് ശേഷം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്